ഹലോ, അനന്യാസ് ഫാമിലിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഭാരത് മണ്ഡപത്തിൽ വെച്ചിട്ട് നമുക്കൊരു നേവിയുടെ പ്രോഗ്രാം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം അത് കാണാൻ വേണ്ടിയിട്ട് പോയതാണേ. അപ്പോൾ ഈ പ്രോഗ്രാം കഴിഞ്ഞിട്ട് കുറേ ആയിട്ടോ. അപ്പം ഞാനിങ്ങനെ ഗാലറിയിൽ ഇങ്ങനെ നോക്കിയ സമയത്ത് ഞാനിങ്ങനെ എടുത്തു വെച്ച വീഡിയോ കേട്ടോ. അപ്പോൾ അതൊന്നും ഇടാൻ പറ്റിയിട്ടുണ്ടായില്ല. അപ്പോൾ ഇതാ ഞാനിപ്പോൾ വോയിസ് ഓവർ കൊടുക്കുമ്പം തൊട്ടടുത്ത് തന്നെ എനിക്ക് എൻ്റെ വീടിൻ്റെ തൊട്ടടുത്ത് റോഡാണ്. അപ്പോൾ അവിടുന്ന് വണ്ടിയുടെയൊക്കെ സൗണ്ടും ഹോണിൻ്റെയൊക്കെ സൗണ്ട് കേൾക്കും കേട്ടോ. അപ്പോൾ ഒന്ന് ക്ഷമിച്ചേക്കണേ. അപ്പോഴിതാ നമ്മുടെ നേവിൻ്റെ പ്രോഗ്രാംസൊക്കെ സ്റ്റാർട്ടായിട്ടുണ്ട് കേട്ടോ. അപ്പം അവിടുത്തെ ഗസ്റ്റായി വന്നത് ഉപരാഷ്ട്രപതി ആയിരുന്നു കേട്ടോ. അപ്പം അവരൊക്കെ വന്നു. അപ്പം അത് എന്താ പറയല്, പ്രോഗ്രാംസൊക്കെ ഏകദേശം സ്റ്റാർട്ടായിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല അടിപൊളി പ്രോഗ്രാമായിരുന്നേ. ഓരോരോ ഇൻസ്ട്രുമെൻറ്റ്സൊക്കെ വായിക്കുന്നത് കേൾക്കാൻ നല്ല ഭംഗിയായിരുന്നു കേട്ടോ. അപ്പം ഞാൻ എടുത്തതൊക്കെ എത്രത്തോളം ക്ലിയർ ആണെന്നൊന്നും എനിക്കറിയില്ല. എന്നാലും എനിക്ക് പറ്റുന്ന രീതിക്ക് മാക്സിമം ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഏകദേശം പ്രോഗ്രാംസൊക്കെ കഴിഞ്ഞു. അപ്പോൾ ചേട്ടൻ്റെ ഒരുപാട് പഴയ ഫ്രണ്ട്സും എന്താ പറയുക, അവരുടെ ഫാമിലീസും എല്ലാവരും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ അവരൊക്കെ ആയിട്ട് സംസാരിച്ച് എല്ലാം കഴിഞ്ഞ് പിന്നെ ലാസ്റ്റ് പ്രൈസ് ഡിസ്ട്രിബ്യൂഷനൊക്കെ ആയിരുന്നു കേട്ടോ. പിന്നെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ ഒരു ഹൈ ടീ ഉണ്ടായിരുന്നേ. അങ്ങനെ നമ്മളതെല്ലാം കഴിഞ്ഞ് പ്രോഗ്രാംസൊക്കെ കഴിഞ്ഞപ്പം പുറത്തേക്ക് ഇറങ്ങിയപ്പം പിന്നെ ഒരുപാട് ഫ്രണ്ട്സിനോടൊക്കെ പിന്നെയും സംസാരിച്ചു. പിന്നെ അവിടെയൊക്കെ എന്ന് പറഞ്ഞാൽ ഭയങ്കര അടിപൊളി ഡെക്കറേഷനൊക്കെയാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നേ, കുറച്ച് ഭാഗം. പക്ഷേ ഇപ്പം നോക്കിയപ്പോൾ ഞാൻ ഡിലീറ്റ് ചെയ്ത് പോയി എന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. എന്നാലും വേണ്ടിയില്ല, ഞാൻ ഉള്ള ഭാഗങ്ങളൊക്കെ ഇടാമെന്ന് വിചാരിച്ചു. പിന്നെ ഞാൻ വിചാരിച്ചു ഈ വീഡിയോ ഇടണോ ഇടണ്ടേ എന്നൊക്കെ മനസ്സിലുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ വിചാരിച്ചു വേണ്ട, എന്തായാലും ഇടാം, നമുക്ക് പിന്നെ എപ്പോഴെങ്കിലുമൊക്കെ നമുക്കിങ്ങനെ കാണാമല്ലോ. നമ്മളിപ്പോൾ ഇങ്ങനെ സർവീസിൽ നിന്നൊക്കെ ഇറങ്ങി പോയിട്ട് നമുക്കൊരു ദിവസം ഇങ്ങനെ നോക്കുമ്പം പഴയ ഓർമ്മകളൊക്കെ ഒരു രസമല്ലേ. അപ്പോൾ അങ്ങനെ ഇടാമെന്ന് വിചാരിച്ച് ഞാൻ അങ്ങനെ ഇടുകയാണ് കേട്ടോ. അപ്പോൾ അതാ പ്രൈസൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് ഉപരാഷ്ട്രപതി വന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ അതൊക്കെ കഴിഞ്ഞു കേട്ടോ. പ്രൈസൊക്കെ കൊടുക്കലൊക്കെ കഴിഞ്ഞിട്ടാണ് പിന്നെ നമ്മൾ ഹൈ ടീക്ക് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുട്ടികളൊക്കെ ഉള്ളതുകൊണ്ട് അവർ പിന്നെ നമ്മൾ നേരത്തെ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവർക്ക് വിശപ്പിൻ്റെ വിളി എപ്പോഴോ തുടങ്ങിയിട്ടുണ്ട്. കാരണം ബസ് നമുക്ക് നേരത്തെ വന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ നേരത്തെ പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവരിങ്ങനെ പറയുന്നുണ്ട് വിശക്കുണ്ട് എന്നൊക്കെ. അപ്പോൾ പ്രൈസ് കൊടുക്കുന്നൊന്നും കാണാനൊന്നും അവർക്ക് ഇതില്ല കേട്ടോ. പക്ഷേ ഇതൊക്കെ കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഹൈ ടീയിലേക്ക് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ എന്തായാലും വേണ്ടിയില്ല, പ്രോഗ്രാംസൊക്കെ കഴിയുന്നവരെ പിള്ളേർ എങ്ങനെയൊക്കെയോ പിടിച്ച് നിന്നു കേട്ടോ. അത് കഴിഞ്ഞ് നമ്മൾ കുറേ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നേ. അതൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മൾ ചായയൊക്കെ ഒന്ന് കുടിക്കാൻ വേണ്ടിയിട്ട് പോയിട്ടോ. അപ്പോൾ അവിടെ എത്തിയപ്പോൾ എല്ലാവരും ഉണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരെയും കണ്ടിട്ട് സംസാരിച്ച് കഴിഞ്ഞപ്പോൾ നമുക്ക് പിന്നെ ഇപ്പോഴൊക്കെ നമുക്ക് നാഷണൽ ആന്തം കേട്ടോ നടക്കുന്നത്, അതുകൊണ്ടാണ് അങ്ങനെ കാണുന്നത്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ടാണ് കേട്ടോ നമ്മളിതാ പുറത്തേക്കൊക്കെ ഇറങ്ങിയത്. അപ്പോൾ രാത്രി ആയപ്പോഴേക്കും നല്ല രസമുണ്ടായിരുന്നു ലൈറ്റിൻ്റെ കേട്ടോ. അങ്ങനെ നമ്മളിതാ എല്ലാവരും കൂടെ ഇരുന്നിട്ട് ചായയൊക്കെ കുടിക്കുകയായിരുന്നേ. നമ്മൾ ഫ്രണ്ട്സൊക്കെ ആയിട്ട് കുറേ സംസാരിച്ച് എല്ലാവരും കൂടെ ചായയും ഒക്കെ കഴിച്ച് വർത്തമാനം പറഞ്ഞിരിക്കുക കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാനൊന്നിങ്ങനെ എടുത്തതാ ചുറ്റും അതുള്ള എല്ലാ ഫോഴ്സിലെയും ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ. നമ്മുടെ സെലക്ട് ചെയ്ത ആൾക്കാരായിരുന്നേ. അപ്പോൾ അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ അവരോടൊക്കെ സംസാരിച്ച് വർത്തമാനമൊക്കെ പറഞ്ഞ് പിന്നെ കുറേ തമാശയൊക്കെ പറഞ്ഞ് ഇപ്പോൾ കാണുമ്പോൾ ഇതിലൊരാൾ ട്രാൻസ്ഫർ പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിക്കും അവളെ നന്നായിട്ട് മിസ് ചെയ്യുന്നുണ്ട്. എൻ്റെ മിക്ക വീഡിയോസിലൊക്കെ കാണാം കേട്ടോ അവളെ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങളിതാ അവിടെ ഒരു ഫോട്ടോ പോയിൻ്റ് ഉണ്ട്, അതൊന്നും പിന്നെ നമ്മൾ എടുക്കാതിരിക്കാൻ പറ്റുമോ, ഇന്ത്യൻ നേവിയുടെ. അപ്പോൾ അവിടെ പോയിട്ട് ഫോട്ടോസും കുറച്ച് വീഡിയോസൊക്കെ എടുത്ത് നമ്മൾ പിന്നെ ബസ്സിലേക്ക് കയറിയിട്ടോ. പിന്നെ നമ്മൾ ബസ്സിൽ പോയപ്പം എന്താ പറയുക, ബസ്സിൽ കയറി എല്ലാവരും എത്തിയോ എന്ന് പറഞ്ഞാൽ പിന്നെ നമ്മൾ നേരെ തിരിച്ച് നമ്മളുടെ വീട്ടിലേക്ക് കേട്ടോ. അപ്പോൾ പോകുന്ന വഴി നല്ല തിരക്കായിരുന്നേ. പെട്ടെന്ന് എത്തുമെന്ന് വിചാരിച്ചാൽ, കാരണം പ്രോഗ്രാമൊക്കെ കുറച്ച് ലേറ്റ് ആയതുകൊണ്ട് നമ്മളും കുറച്ച് ലേറ്റ് ആയിട്ടോ. പോകുന്ന വഴിയുള്ള മാർക്കറ്റാണ്, ഞങ്ങളെ മൺഡേ മാർക്കറ്റാട്ടോ അത് കാണുന്നത്. അപ്പോൾ ഞാനതങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ബസ്സിൽ നിന്ന് വീഡിയോ എടുക്കുമ്പോൾ വേറൊരു വൈബല്ലേ, അപ്പോൾ ഞാൻ അങ്ങനെ വീഡിയോ എടുത്തതാട്ടോ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ എൻ്റെ ഈ ചെറിയൊരു വീഡിയോ. അപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും കമൻറ്റും ഒക്കെ തന്നൊന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പം താങ്ക് യു.